പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സംഖ്യാലോകം എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് അല്ലേ. ഇതിനേക്കാളും മുന്നേ നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അല്ലേ? 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമുക്കറിയാം 2 പൂജ്യം വരുന്ന ഏതൊക്കെയാ മൂന്നക്ക സംഖ്യ എന്നുള്ളത് ശ്രദ്ധിച്ചേ. 100, പിന്നെയോ 200, 300, 400, 500, 600, 700, പിന്നെയോ 800, അവസാനം 900. 1000 വരുമോ? ഇല്ല. 1000ത്തിൽ എത്ര അക്കമുണ്ട്? 3 അക്കമുണ്ട് അല്ലേ. അപ്പൊ 900 വരെ എന്തുള്ളൂ? 2 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകളുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എത്ര എണ്ണമാ? 9 എണ്ണം അല്ലേ. എണ്ണി നോക്ക്, 9 എണ്ണം ഇല്ലേന്ന്. 9 എണ്ണം നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോ എന്താ ക്വസ്റ്റ്യൻ? 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 9 മൂന്നക്ക സംഖ്യകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇതുവരെ നമ്മൾ പഠിച്ചത് 2 പൂജ്യം ഉള്ളത് അല്ലേ. അപ്പൊ ഇനി എന്താ നോക്കേണ്ടത്? 1 പൂജ്യം മാത്രം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമുക്ക് നോക്കാം. 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 അല്ലേ. അപ്പൊ അത് വരില്ല. അപ്പൊ 1 പൂജ്യം നമ്മൾ എടുത്ത് തുടങ്ങണം. 101 അല്ലേ. 101, 102, 103, 104, 105, 106, 107, 108, 109, 110 ഇല്ലേ? വരും. അപ്പൊ 109 ഇവിടെ എഴുതാം, 110 ഇവിടെ എഴുതാം. ഇനിയോ അതേപോലെ എന്ത് എഴുതാം? 110 കഴിഞ്ഞിട്ട് എന്താ എഴുതാം? 120, 130, 140, 150, 160, 170, 180, 190. 200 വരില്ലല്ലോ. 200ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം 100ൻ്റെതാണ് നമ്മൾ ഇവിടെ എഴുതിയത് അല്ലേ. 100ൽ വരുന്ന എത്ര 1 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് ഇത് പറഞ്ഞത്. എത്ര ഉണ്ട് ടോട്ടൽ നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. നോക്കിയേ. 10, 11, 12, 13, 14, 15, 16, 17, 18 അല്ലേ. 100ൽ വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 18 ഉണ്ട്. അതേപോലെ എന്തിന് കാണണം? 200ൽ കാണണം. 300, 400, 500, 600, 700, 800, 900 ഓരോന്നിനും വെച്ചിട്ട് അങ്ങനെ കാണണം. നോക്കാം. ഇതെങ്ങനെ വരും? 201, 202, 203, 204, 205, പിന്നെയോ 206, 207, 208, 209. ഇതെങ്ങനെ വരും? 210, 220, 230, 240, 250, 260, 270, 280, 290. 300 വരില്ലല്ലോ. വരില്ല. എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട്. അപ്പൊ 2 ആയി അല്ലേ. ഇവിടെ എത്ര ഉണ്ടായി? ഇവിടെ 18 എണ്ണായി. ഇവിടെയും എത്ര എണ്ണായി? 18 എണ്ണായി അല്ലേ. ഇനി 300 നോക്കാം. ഓക്കെ. 301, 302, 303, 304, 305, 306, 307, അങ്ങനെ എത്ര വരെ? 309 വരെ. അതേപോലെ 300 എത്രയാ? 10 മുതൽ 320. അതേപോലെ എത്ര വരെ വരും? 390 വരെ. നിങ്ങൾ ശരിക്കും എഴുതണം. ഞാൻ സ്ഥലമില്ലാത്ത എന്ത് ചെയ്യാന്ന് ചുരുക്കി എഴുതിയ. അടുത്ത നോക്കാം. 22, 18 എണ്ണം അല്ലേ. ഇത് 400 നോക്കിയാലോ. 401, 402, അതേപോലെ എത്ര വരെ വരും? 409 വരെ വരും. പിന്നെയോ 410 മുതൽ 420, അതേപോലെ എത്ര വരും? 490 വരെ അല്ലേ. അപ്പൊ അതുമായി. അടുത്തതോ 500. ഇവിടെ എത്രയുണ്ട്? 18 ഉണ്ട്. നോക്കിയേ. 501, 502, അതേപോലെ എത്ര വരും? 509 വരെ വരും.
പിന്നെയോ 510 മുതൽ 520 എക്സെട്ര എത്ര വരും 590 വരെ അല്ലേ ഇതുപോലെ. ഇനിയോ ഇവിടെ എത്ര എണ്ണം ഉണ്ട് 18 ഉണ്ടാവില്ലേ ഇതേപോലെ ഇവിടെ എത്ര ഉണ്ടാവും 18 ഉണ്ടാവും. ഇനിയോ നോക്കാം 601 602 മുതൽ എത്ര വരെ ഉണ്ടാവും 609 വരെ ഉണ്ടാവും. ഇവിടെയോ 610 620 എക്സെട്ര 690 വരെ. മനസ്സിലായില്ലേ ഇവിടെയും 18 എണ്ണം. ഇനിയോ 701 702 എക്സെട്ര എത്രയാ 709 വരെ അല്ലേ. പിന്നെയോ 710 720 എക്സെട്ര ഇവിടെ എത്ര വരും 790. ഇവിടെ എത്രയായി 18 എണ്ണം അല്ലേ 9 എണ്ണം 9 എണ്ണം വിട്ട് എത്ര എണ്ണം ഉണ്ട് 18 എണ്ണം ഉണ്ട്. ഇനി ആദ്യം 800 നോക്കാം 801 802 ഇതും തന്നെയുണ്ട് എക്സെട്ര 809 വരെ പോകും. പിന്നെയോ 810 അല്ലേ 810 820 എക്സെട്ര എത്ര വരിക 890 വരെ. അതിന് വീഡിയോ ആയി എത്രയാണ് 18 എണ്ണം. അതേപോലെ എന്തുണ്ട് 901 ഉണ്ടല്ലേ 901 902 എക്സെട്ര ഇവിടെ എത്ര വരും 909 അല്ലേ 909. ഇവിടെയോ 910 920 എക്സെട്ര എത്ര വരിക 990 വരെ 990 വരെ വരും. ഇനി നോക്ക് ഇവിടെ എത്ര ഉണ്ട് 18 എണ്ണം അല്ലേ. ഇപ്പൊ എത്ര 18കളായി നോക്ക് 1 2 3 4 5 6 7 8 9 18 അപ്പൊ നമുക്ക് എന്ത് പറയാം ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന് പറയാം. നോക്കിയേ ഒരു 100ന്റെ തന്നെ 18 സംഖ്യകളുണ്ട്. അങ്ങനത്തെ എത്ര സംഖ്യകളുണ്ട് 1 2 3 4 5 6 7 8 9 അല്ലേ. ഓണക്കത്തിന്റെ ഗ്രൂപ്പിൽ ഓരോന്നിനും എത്രയുണ്ട് 18 എണ്ണം ഇല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ചുരുക്കിയിട്ട് 18 ഗുണിക്കണം 9 അല്ലേ 18 ഗുണിക്കണം 9 ഗുണിച്ചു നോക്കിയാലോ 9 8 72 2 7 ശിഷ്ടം 9 9 9 എത്രയാണ് 16 അല്ലേ. അപ്പൊ എത്ര കിട്ടും 162 അല്ലേ 162 എണ്ണം. അപ്പോ എന്ത് നമ്മൾ കണ്ടുപിടിച്ചു ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് 162. എത്ര മുതലാ 100 മുതൽ എത്ര വരെ 999 വരെയുള്ള മൂന്നക്ക സംഖ്യകളിൽ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് ഒരു 0 ഉള്ളത് 162 എണ്ണം ഉണ്ട്. മനസ്സിലായി എങ്ങനെയാ കണ്ടുപിടിച്ചത് ഒരു 0 ഉള്ള സംഖ്യകളെല്ലാം ആദ്യം 101 109 വരെ പിന്നെ 110 മുതൽ 190 വരെ അങ്ങനെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്ത് എഴുതിയല്ലേ. അപ്പൊ എത്ര കിട്ടി 9 ഗ്രൂപ്പുകൾ കിട്ടി 1 2 3 4 5 6 7 8 9. ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണ 18 എണ്ണം. അപ്പൊ നമുക്ക് ഗുണിക്കാലോ 18 ഗുണിക്കണം 9 സമത്ര കിട്ടും 162 എണ്ണം. മനസ്സിലായില്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചാൽ ആദ്യം എഴുതണം മൂന്നക്ക സംഖ്യകളെ കുറിച്ച് എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഒരു 0 ഉള്ള മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 2 0 ഉള്ള മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത് 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം എടുത്തെഴുതാം. ഓക്കെ ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. ഇതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുക. ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ സമം 900. മനസ്സിലായില്ലേ. ഇനിയോ ഒരു 0 മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം
മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ. ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എത്രയാ? 162 അല്ലേ. ഇനി രണ്ട് പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ? 2 പൂജ്യം അല്ലേ. ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 900 ആണ്. ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 162 ആണ്. 2 പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ? 9 എണ്ണം. അതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? പൂജ്യമില്ലാത്ത അല്ലേ, പൂജ്യമില്ലാത്ത മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. പൂജ്യമില്ലാത്ത മൂന്നക്ക സംഖ്യകളുടെ എണ്ണം സമം എന്ത് കിട്ടും? എന്ത് ചെയ്താൽ മതി? ഈ 900-ൽ നിന്ന് അല്ലേ ഒരു പൂജ്യവും 2 പൂജ്യവും ഉള്ള സംഖ്യകളുടെ എണ്ണം തമ്മിൽ കൂട്ടിയിട്ട് 900-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. മനസ്സിലായി എന്താ ചെയ്യേണ്ടത്? ഒരു പൂജ്യവും 2 പൂജ്യവും ഉള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം കൂട്ടിയിട്ട് ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 900 മൈനസ് 162 കൂട്ടണം 9. എത്ര കിട്ടും നോക്കിയേ? 900 മൈനസ് 162 കൂട്ടണം 9 എത്രയാ? 171. കുറച്ച് നോക്കാം. 900 മൈനസ് 171. 0 കുറക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യയിൽ നിന്ന് കടെടുക്കണം അല്ലേ. തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 0 തന്നെയാണ്. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്ന് കടെടുക്കാം. ഇവിടെ നിന്ന് ഇവിടേക്ക് എടുത്തു. ഇവിടെ എത്രയായി? ഇവിടെ 8ആയി, ഇവിടെ 10ആയി. ഇവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് എടുത്തില്ലേ? അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 9ആയി, ഇവിടെ 10ആയി. 10 നിന്ന് പോയാൽ എത്ര? 9. 9 7 പോയാലോ? 2. 8 നിന്ന് പോയാൽ 7. മനസ്സിലായില്ലേ? അപ്പൊ എത്ര കിട്ടും? 729 എണ്ണം. അപ്പൊ പൂജ്യമില്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 729 എണ്ണം. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം നമുക്കറിയാം 900 ആണ്. ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 162 നമ്മൾ കണ്ടുപിടിച്ചതാണ്. പിന്നെയോ 2 പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം നമുക്കറിയാം എത്രയാണ്? 9. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു പൂജ്യവും 2 പൂജ്യവും ഉള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം കൂട്ടിയിട്ട് ആകെ മൂന്നക്ക സംഖ്യയുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്തത്. 900 മൈനസ് 162 കൂട്ടണം 9. 162 കൂട്ടണം 9 നമുക്കറിയാം എത്രയാ? 171. 900-ൽ നിന്ന് 171 കുറച്ചാൽ എത്ര കിട്ടും? 729. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരക്കം ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ? ഒരക്കം ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് നോക്കാം നമുക്ക്. നോക്കിയേ, രണ്ടക്ക സംഖ്യയുടെ കാര്യമല്ലേ പറഞ്ഞത്? അതെ. നോക്കിയേ, 11 അല്ലേ. ഒരക്കം എന്താണ്? ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ 22, പിന്നെയോ 33, 44, 55, 66, 77, 88, 99 അല്ലേ. അപ്പോ ഒരക്കം ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ എത്ര ഉണ്ട്? 9 എണ്ണം. 9 എണ്ണം. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. അടുത്ത നോക്കാം. ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അല്ലേ. നമ്മൾ രണ്ടക്ക സംഖ്യ ഈസി ആയി കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നക്ക സംഖ്യകൾ എഴുതാം. എങ്ങനെ എഴുതാൻ നോക്കിയേ? 111, പിന്നെയോ 222, 333, 444, 555, പിന്നെയോ 666, 777, 888, ലാസ്റ്റ് എത്രയാ? 999 അല്ലേ. ഒരേ അക്കം തന്നെ 3 തവണ ആവർത്തിച്ച് വരുന്നത് അല്ലേ. 111, 222, 313, 444, 555, 666,
777, 888, 999. ആകെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? 9 എണ്ണം അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കണ്ട. എന്തെന്ന് ഉത്തരം സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ? ഒരാൾക്ക് ആവർത്തിക്കുന്ന എത്ര എണ്ണക്ക സംഖ്യ ഉണ്ട്? 9 ഉണ്ട്. അതേപോലെ തന്നെ 3 പ്രാവശ്യം അല്ലേ? ഓക്കെ, ഒരു തവണ ഒരക്കം തന്നെ 3 തവണ, ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ച് വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 9 മൂന്നക്ക സംഖ്യകളുണ്ട്. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട് അല്ലെ? അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും എന്ത് ചെയ്യില്ല? മാറില്ല. നമ്മൾ വായിക്കുമ്പോൾ അതേ സംഖ്യ തന്നെ വായിക്കും. നോക്കിയേ, ഉദാഹരണമായിട്ട് നോക്കിയേ. എത്രയാ? 46,764. അത് തിരിച്ചു വായിക്കുമ്പോൾ എത്ര തന്നെയാണ്? നോക്കിയേ, 46,764. അതുകൊണ്ട് അക്കങ്ങളെ നമ്മൾ എന്തിട്ടാലും തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത്തരം സംഖ്യകളെ നമുക്ക് എന്ത് പറയാം? ഇരുവഴി സംഖ്യകൾ. എന്താ പറയല്? ഇരുവഴി സംഖ്യകൾ. അല്ലെങ്കിൽ എന്ത് പറയാ ഇംഗ്ലീഷിൽ? പാലിൻഡ്രോമിക് നമ്പേഴ്സ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ. എന്താ ഇരുവഴി സംഖ്യകൾ എന്ന് പറഞ്ഞാല്? ഇങ്ങനെ വായിച്ചാലും എന്താണ്? ഒരേ സംഖ്യ തന്നെയായിരിക്കും അല്ലെ? നോക്കിയേ, 46,764. ഇങ്ങനെ വായിച്ചാലോ? 46,764 അല്ലെ? ഇങ്ങനെ വരുന്ന സംഖ്യകളെയാണ് എന്ന് പറയല് ഇരുവഴി സംഖ്യകൾ. മനസ്സിലായില്ലേ? ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ടക്കങ്ങളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളുണ്ട്? രണ്ടക്കം വരുന്ന സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളുണ്ട് നോക്കാം. നമുക്കറിയാം, നേരത്തെ പഠിച്ചത് 11 അല്ലേ? ഇങ്ങനെ വായിച്ചാലും എത്ര തന്നെയാണ്? 11 തന്നെയാണ്. അതേപോലെ 22, 33, 44, 55, 66, 77, 88, 99 അല്ലേ? ഇത്തരം സംഖ്യകളെ ഇങ്ങനെ വായിച്ചാലും ഒരേപോലെ ആവുന്നുണ്ടെങ്കിൽ, ഒരേ സംഖ്യകളെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് ഇരുവഴി സംഖ്യകൾ എന്ന് പറയാം. മനസ്സിലായില്ലേ? നോക്കിയേ, ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചേ, ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് വായിക്ക്. അപ്പം കിട്ടും 11 അല്ലേ? ഇനി ഇങ്ങോട്ട് വായിച്ചാലോ? 11 തന്നെ. ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ എന്താ പറയാ? ഇരുവഴി സംഖ്യകൾ. എത്ര എണ്ണം ഉണ്ട് ഇത്? രണ്ടക്ക സംഖ്യ 9 എണ്ണം ഉണ്ട്. എത്ര എണ്ണം? 9 എണ്ണം. മനസ്സിലായില്ലേ? അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട് അല്ലേ? അപ്പോ ആ സംഖ്യകളാണ് നമ്മൾ പറഞ്ഞത് ഇരുവഴി സംഖ്യകൾ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? മൂന്നക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? മൂന്നക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? നോക്കിയാൽ നമുക്ക് എഴുതി നോക്കാം. എത്രയിൽ നിന്ന് തുടങ്ങും? 101 നിന്ന് തുടങ്ങും അല്ലേ? എത്രയിൽ നിന്ന് തുടങ്ങല്? 101 നിന്ന് തുടങ്ങും. ഓക്കെ, 101. പിന്നെയോ അടുത്ത എത്രയാ? 202, 303, 404, 505, 606, 707, 808, 909. മനസ്സിലായില്ലേ? ഇനി അടുത്ത എത്ര വരും? 101 കഴിഞ്ഞു, 111 അല്ലേ? 10 കൂടി പോവുകയാണ്. 111. പിന്നെയോ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് അങ്ങോട്ട് എഴുതാം. 10 കൂട്ടി എഴുതാം. 101, 111 എത്ര വരും? 121, 131, 141, 151, 161, 171, 181, 191 അല്ലേ? ഇങ്ങനെ വായിച്ചാലും തന്നെയാണ്, ഒരേ സംഖ്യ തന്നെയാണ്. ഇതിനെയാണ് നമുക്ക് പറയല് ഇരുവഴി സംഖ്യകൾ തന്നത്. ഇവിടെ 202 അല്ലേ? ഇവിടെ എത്രയായിരിക്കും? 212 ആയിരിക്കും. പിന്നെ 10 കൂട്ടി എത്രയാ? 212. പിന്നെ ഇവിടെയോ? ഇവിടെ എത്ര വരും? 222 അല്ലേ? 212 അപ്പുറം 10 കൂട്ടിയാല് 222. ഇവിടെയോ? 232, 242, 252, 262, 272, 252, 292 അല്ലേ? ഇവിടെ നോക്കിയ 303 അല്ലേ? ഇവിടെ എത്ര വരും? 313, 323. പിന്നെയോ 333, 333, 343, 353, 353, 363, 373, 383. പിന്നെയോ 393. മനസ്സിലായില്ലേ? പിന്നീട് നോക്ക്, 404. 404 10 കൂട്ടി എത്ര? 414. ഇവിടെയോ 424, 434, 444, 454,
464, 474, 484, 494. അല്ലേ? നമുക്ക് നോക്ക് എല്ലാ സംഖ്യകളും നിരീക്ഷിച്ച് നോക്കിയേ. രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും ഒരേ സംഖ്യ തന്നെയല്ലേ കിട്ടുന്നേ. ഇത് ബാക്കി ചെയ്യാം. 505ന്റെ 10 കൂട്ടിയാൽ എത്ര? 515, 525, 535, 545, 555, പിന്നെയോ 565, 575, 585, 595 അല്ലേ? ഇനി 606 കൊടുക്കാം അല്ലേ? 606 ഇവിടെ എത്ര കിട്ടും? 616, 626, 636, 646, 656, 656, 666, 676, 686, 696. മനസ്സിലായില്ലേ? ഇത് എത്രയാണുള്ളത്? 777 അല്ലേ? അപ്പോൾ എത്ര വരും? 717, 727, 737, 747, 757, 767, 767, 777, 787, 797. എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് എഴുതണം. തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. എഴുതുമ്പോൾ തന്നെ എനിക്ക് തന്നെ തെറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് എഴുതണം. നോക്കിയേ, 808 അല്ലേ? പിന്നെ അത്ര 10 കൂട്ടി എത്ര? നോക്കിയേ, ഈ സംഖ്യയുടെ അത്ര 10 കൂട്ടിയല്ലേ? 818, പിന്നെയോ 828, 838, 848, 858, 868, 878, 858, 898 അല്ലേ? ഇനി ലാസ്റ്റ് എത്രയാ? 909 ആണ്. ഇവിടെ എത്ര വരും? 919, 929, 939, 949, 949, 959, 969, 979, 989, ലാസ്റ്റ് വൺ 999 അല്ലേ? അപ്പൊ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എന്താ? ഇരുവഴി സംഖ്യകൾ അല്ലേ? ഇരുവഴി സംഖ്യകളുള്ള എത്ര മൂന്നക്ക സംഖ്യകളാണ് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. താഴോട്ട് 9 എണ്ണുണ്ട്. ഇങ്ങോട്ടോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ എത്ര എണ്ണുണ്ട്? എങ്ങനെ ചെയ്യണം? 10 ഗുണിക്കണം 9 എത്രയാ? 90 എണ്ണം. എത്ര എണ്ണുണ്ട്? 90 എണ്ണം. മനസ്സിലായില്ലേ? ഇതേപോലെ ചെയ്തിട്ട് എണ്ണി നോക്കിയിട്ട് വേണം ഇത് എഴുതാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് വരും. എനിക്ക് തന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ 10 കൂട്ടി എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അപ്പൊ ഈസിയായി നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇരുവഴി സംഖ്യകളുള്ള എത്ര നാലക്ക സംഖ്യകളുണ്ട് അല്ലെ? ഇരുവഴി സംഖ്യകളുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു, എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ചോദിച്ചു. അതേപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ്? ഇരുവഴി സംഖ്യകളുള്ള എത്ര നാലക്ക സംഖ്യകളുണ്ട് കണ്ടുപിടിച്ചാലോ? അപ്പൊ എത്രയിൽ തുടങ്ങണം? നാലക്ക സംഖ്യ 1000 പറ്റില്ലല്ലോ, പറ്റൂല. അപ്പൊ എത്ര തുടങ്ങണം? 1001 അല്ലേ? 1001 അടുത്തത് എത്രയായിരിക്കും? 1011 അല്ലേ? 110 കൂട്ടി പോയാൽ എന്ത് കിട്ടും? ഇരുവഴി സംഖ്യകൾ കിട്ടും. 1001, 111, ഇവിടെയോ 1221, ഇവിടെ 1331, 1441, 1551, 1661, ഇനിയോ 1771, 1851, 1090, 1990 അല്ലേ? നോക്കിയേ, ഇതെല്ലാം എത്ര വ്യത്യാസമാണ്? 110 വ്യത്യാസമാണ് അല്ലേ? ഈ 1001 110 കൂട്ടി എത്ര കിട്ടും? 1111 കിട്ടും. ഇനി ഇവിടെ നോക്കാം. ഇവിടെ എത്ര ആയിട്ടല്ലേ? 2002 അല്ലേ? 2002 ഇവിടെ കൂട്ടി നോക്കാം. എത്ര കിട്ടും? 2002 കൂട്ടണം 110. നോക്കിയേ, 2 1 1 2. അപ്പൊ ഇവിടെ എത്ര വരും? 2000 എത്രയാ? 112. ഇവിടെയോ 2000 എത്ര വരും? പറഞ്ഞേ. 2012 ഇതിനൊക്കെ 110 കൂട്ടി നോക്ക്. 2 2 2 2 അല്ലേ? 2222. പിന്നെയോ 2332, 2442, 2552, 2662 അല്ലേ? ഈ നടുക്കുള്ള സംഖ്യ എന്ത് ചെയ്യാണ്? ഇരട്ടിക്കാണ്. അവസാനത്തെ രണ്ട് സംഖ്യകൾ തുല്യമാണ്. ഇനിയോ
2772, 2752, 2992. നടുക്കുള്ള സംഖ്യകളൊക്കെ ഇവിടെ 2002 ഇവിടെ നോക്ക് 11, 22, 33, 44 അല്ലേ? അപ്പുറം ഇപ്പുറമുള്ള സംഖ്യ എന്താ? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. ഇവിടെ നോക്കി ഇതെങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ നോക്കിയേ? എത്രയാ? 3003 അല്ലേ? എത്ര വരും? 3113 അല്ലേ? നോക്ക് നടുവിൽ 11 ആണ്. ഇവിടെ എത്ര വരും? പിന്നെ നടുവിൽ 22 അല്ലേ? ഇവിടെയോ 3333 വരും. ഇവിടെ 3443 വരും. ഇവിടെയോ 3553, 3663, 3773, 3853, ലാസ്റ്റോ 3993. മനസ്സിലായില്ലേ? എളുപ്പത്തിൽ അറിയാൻ വേണ്ടി ഞാൻ പറയാതെ നടുവിൽ വരുന്ന എങ്ങനെയാ? ഒരേ അക്കമുള്ള സംഖ്യകൾ അല്ലേ? ഒരേ അക്കമുള്ള ഇരുവഴി സംഖ്യകളാണ് ഇതിന്റെ നടുവിൽ വരുന്നത്. ഓക്കെ, ഇവിടെ 2 0, ഇവിടെ 2 1, ഇവിടെ 2 2, ഇവിടെ 2 3, ഇവിടെ 2 4 അങ്ങനെയാ വരുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഏതാണോ സംഖ്യ അതാണ് ഇതിന്റെ 2 അവസാനം വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ 3 ആണെങ്കിൽ എത്രയായിരിക്കും? 4 വെച്ച് തുടങ്ങും. എത്രയിൽ അവസാനിക്കും? 4 തന്നെ അവസാനം അല്ലേ? 4004, 4114, 4224, 4334, 4444, 4554, 4664, 4774, 4884, 4994. മനസ്സിലായില്ലേ? അതേപോലെ ബാക്കി എല്ലാ സംഖ്യകളും എഴുതണം. അപ്പൊ അവസാനം എത്ര വരും നോക്കിയേ? 9009 വരും. ഇവിടെ എന്ത് വരും? 9119 വരും. ഇവിടെയോ 9229 വരും. ഇവിടെയോ 9339. ഇവിടെയോ 9449. ഇവിടെയോ 9559. ഇവിടെ 9669, 9779, 9889. ലാസ്റ്റ് എത്രയാണ്? 9999. മനസ്സിലായില്ലേ? അപ്പൊ എത്ര എണ്ണം ഉണ്ട്? എങ്ങനെ മനസ്സിലാക്കാം? നോക്കിയേ, ഇങ്ങോട്ട് എത്രയാ? 1 2 3 4 5 6 7 8 9 10 അല്ലേ? താഴോട്ടോ 1 2 3 4 അല്ലേ? 5 2 6 7 8 അവസാനം 9 എണ്ണം. എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 9 സമം എത്രയാണ്? 90 എണ്ണം. 90 എണ്ണം. അപ്പൊ നാലക്ക സംഖ്യകളാണെങ്കിലും ഇരുവഴി സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം. മൂന്നക്ക സംഖ്യകൾ എത്ര തന്നെയാണ്? 90 എണ്ണം തന്നെ അല്ലേ? എളുപ്പത്തിൽ മനസ്സിലാകുന്നില്ല. ഇപ്പം എന്ത് ചെയ്താൽ മതി? ആദ്യം ഒന്ന് എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രയാ? 1001, 1001 110 കൂട്ടുക, 1111, പിന്നെ 110 കൂട്ടുക. അത് എഴുതിയാൽ പിന്നെ എളുപ്പത്തിൽ എഴുതാം. 2002. പിന്നെന്താ? നടുക്കുള്ള സംഖ്യകള് ഇരട്ടിച്ച് വരുന്നത് അല്ലേ? നോക്കിയേ, ഇവിടെ 11, 22, 33, 44, 55, 66, 77. അപ്പോൾ നടുക്കുള്ള സംഖ്യ എന്താ? ഇരുവഴി സംഖ്യകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. താഴോളം നടുക്കുള്ള സംഖ്യ 1 തന്നെയാണ്. നോക്കിയേ അല്ലേ? ഇവിടെ താഴോളം 11 തന്നെയാണ്, അപ്പുറപ്പുറം എന്തേ ഉള്ളൂ? 4. ഇവിടെ നോക്കിയേ, താഴോളം 22 തന്നെയാണ്, അപ്പുറത്തപ്പുറത്ത് എന്തുള്ളൂ? 4 ഉള്ളൂ. ശ്രദ്ധിച്ച് എഴുതി നോക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1 2 3 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകൾ എന്താണ്? അല്ലേ? അപ്പൊ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 1 2 3 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? സംഖ്യകൾ എന്താണെന്ന് വേണ്ട, സംഖ്യ എന്താണ് അല്ലേ? നമുക്ക് നോക്കിയാലോ? നോക്കാം. ഏതൊക്കെ ചെയ്യേണ്ടത്? ഏതൊക്കെ അക്കങ്ങളാ? 1 2 3 4. നമുക്ക് എളുപ്പ രീതിയിൽ മനസ്സിലാക്കാം അല്ലെ? കുഞ്ഞു മക്കളല്ലേ, പെട്ടെന്നൊന്നും 1 2 3 4 എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഈ 2 സംഖ്യ എടുക്കാം. മനസ്സിലായില്ലേ? 1 ഉം 2 ഉം. 1 ഉം 2 ഉം വെച്ച് നമുക്ക് എത്ര ഉണ്ടാക്കാം? 2 അല്ലേ? 2 രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഏതൊക്കെയാ? 12 ഉം പിന്നെയോ 21 അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം?
ഈ 12 ഒന്നും രണ്ടും മൂന്നും എടുക്കാം അല്ലേ. ആദ്യം രണ്ട് അക്കങ്ങൾ എടുത്തിട്ട് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കി. പിന്നെയോ 3 അക്കങ്ങൾ എടുത്തിട്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ നോക്കാം. 3 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് എത്ര 3 അക്ക സംഖ്യ നമുക്കറിയാം. 3 അക്ക സംഖ്യകളുടെ എണ്ണം 6 ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ കിട്ടും നോക്കേ. അത് ഈ 3 ഇതിൽ ചേർത്ത് കൊടുക്കാം അല്ലേ. ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 312 132 പിന്നെയോ 123 അല്ലേ. ഇതിലും ചേർത്ത് കൊടുക്കാം. നോക്കിയേ എത്ര കിട്ടും? 321 അല്ലേ. 3 ആദ്യം ചേർത്ത് കൊടുക്കും. മുമ്പത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത്. 3 ആദ്യം ചേർത്ത് കൊടുത്തപ്പോൾ 321 അത് കഴിഞ്ഞ് 3 നടുക്ക് ചേർത്ത് കൊടുത്തപ്പോൾ 231 അത് കഴിഞ്ഞ് 3 അവിടെ ചേർത്ത് കൊടുത്തു ലാസ്റ്റ് അല്ലേ. അപ്പൊ 213 അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടി? 6 എണ്ണം കിട്ടി. ഇവിടെ എത്ര എണ്ണം കിട്ടി? 6 എണ്ണം 3 അക്ക സംഖ്യകൾ കിട്ടി. ഇനി എത്ര ഉണ്ടാക്കേണ്ടത്? 4 അക്ക സംഖ്യകളല്ലേ. നോക്കാം. 1 2 3 4 ഇത്ര ഉപയോഗിച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ 1 2 ഉപയോഗിച്ച് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കി. 1 2 3 ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യണം? 1 2 3 4 ഉപയോഗിച്ച് എന്ത് ചെയ്യണം? 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. എത്ര അക്കങ്ങളുണ്ട്? 4 അക്കങ്ങളുണ്ട്. നമുക്കറിയാം അക്കങ്ങളുടെ എണ്ണവും 3 അക്ക സംഖ്യകളുടെ എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? 4 അക്ക സംഖ്യകളുടെ എണ്ണം കിട്ടും അല്ലേ. എത്രയാ അങ്ങനെയാ വന്നത്? അക്കങ്ങളുടെ എണ്ണം എത്രയാ? 4 അല്ലേ. 4 ഗുണിക്കണം 3 അക്ക സംഖ്യകളുടെ എണ്ണം. 3 അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ? 6 അല്ലേ. 6 സമം എത്ര കിട്ടും? 24 എണ്ണം. അപ്പൊ 24 എണ്ണം എന്തുണ്ട്? 4 അക്ക സംഖ്യകളുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ? കണ്ടുപിടിച്ചിട്ടില്ല. പോവാം. ആദ്യം നമ്മൾ ഏതെടുത്തു? 312 എടുത്തു. ഈ 312 ആദ്യം ചെയ്യുക 4 ചേർത്ത് കൊടുത്തോണ്ട് പോവാ. നോക്കിയേ 4312 4 ആദ്യം ചേർത്തു. പിന്നെയോ എങ്ങനെ വരും? 3412 അല്ലേ. 4 തൊട്ടുപ്രം ചേർത്തു. പിന്നെയോ 3142 3000 എന്ത് വരും? 124 അപ്പൊ ഇതായി. ഇനി 132 ചേർത്താലോ. പിന്നെ 321 ചേർക്കാം. ആദ്യം 132 ചേർക്കാം. അപ്പൊ എങ്ങനെ വരും? 4 1 3 2 പിന്നെയോ 1 4 3 2 പിന്നെയോ 1 3 4 2 1 3 2 4 മനസ്സിലായില്ലേ. ഇനി 123 അപ്പൊ എങ്ങനെ വരും? 4 1 2 3 1 4 2 3 1 2 4 3 1 2 3 4 മനസ്സിലായില്ലേ. ഇനിയോ 321 അല്ലേ. അപ്പൊ എങ്ങനെ 4 3 2 1 പിന്നെയോ 3 4 2 1 3 2 4 1 3 2 1 4 അതിലേ. പിന്നെ അടുത്തത് 231. അപ്പൊ 231 എങ്ങനെ വരും? 4231 അല്ലേ. അതെ. അത് കഴിഞ്ഞിട്ട് 2 4 3 1 അല്ലേ. 4 തൊട്ട് അപ്പുറത്തേക്ക് ചേർത്തു. പിന്നെയോ 2 3 4 1 2 3 1 4 പിന്നെ ലാസ്റ്റ് വേണ്ട എത്രയാണ്? 213. എങ്ങനെ വരും? 4 2 1 3 പിന്നെയോ 2 4 1 3 അടുത്തത് 2 1 4 3 2 1 3 4 അല്ലേ. ഇനി നോക്കിയാൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഇങ്ങോട്ട് 6 ഉണ്ട്. താഴോട്ടോ 1 2 3 4 അപ്പൊ എങ്ങനെ വരും? 6 ഗുണിക്കണം 4 സമം എത്ര കിട്ടി? 24 എണ്ണം. കറക്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ. അക്കങ്ങൾ എത്ര ഉണ്ടോ അതിന്റെ എണ്ണത്തോട് 3 അക്ക സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 4 അക്ക സംഖ്യകളുടെ എണ്ണം കിട്ടും. മനസ്സിലായില്ലേ. വേണമെങ്കിൽ എണ്ണി നോക്കാം. 24 ഉണ്ടോ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ശരിയല്ലേ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്ന 4 അക്ക സംഖ്യ 4 2 അക്ക സംഖ്യ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു മൂന്നാമത്തെ അക്കം ചേർത്തിട്ട് 3 അക്ക സംഖ്യകൾ കണ്ടുപിടിക്കുക. അതിനുശേഷം എല്ലാ അക്കങ്ങളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? 4 അക്ക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതി. കാരണം ചെറിയ മക്കളല്ലേ, പെട്ടെന്നൊന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ തലയിൽ കയറില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ?
അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തു നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായിട്ട് എങ്ങനെയാ കിട്ടിയതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എണ്ണം കണ്ടുപിടിക്കാം. കുറച്ച് ബുദ്ധിമുട്ടിയാലേ നമുക്ക് നല്ല നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, 4 അക്ക സംഖ്യകളിൽ 24 എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. ഇനി 24 4 അക്ക സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിനെ കണ്ടുപിടിക്കണത് അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? അപ്പൊ അതിനർത്ഥം എന്താ, ഇത്രയും സംഖ്യകൾ കൂട്ടി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. കൂട്ടി നോക്കിയാലോ, ശ്രദ്ധിച്ചോ. 2 2ന്റെ ഒക്കെ 2 കൂട്ടിയ 4, 4ന്റെ ഒക്കെ 2 കൂട്ടിയ 6, 6ന്റെ ഒക്കെ 4 കൂട്ടിയാൽ 10 അല്ലേ. 1 ശിഷ്ടം. 1 2 3, 3ന്റെ ഒക്കെ 4 കൂട്ടി 7, 7ന്റെ ഒക്കെ 2 കൂട്ടിയാലോ 9 ഇവിടെ. പിന്നെയോ 3 4, 3 3ന്റെ ഒക്കെ 4 കൂട്ടി 7, 7ന്റെ ഒക്കെ 1 കൂട്ടിയാലോ 8, 8ന്റെ ഒക്കെ 1 കൂട്ടിയ 9. പിന്നെയോ 4 4ന്റെ ഒക്കെ 3 കൂട്ടിയ 7, 7ന്റെ ഒക്കെ 3 കൂട്ടിയ 10, 10 3 13. അപ്പൊ 13,990 കിട്ടി അല്ലേ. ഇനി ഇത് കൂട്ടി നോക്കാം. ഓക്കെ, 2 4, 4ന്റെ ഒക്കെ 2 കൂട്ടി 6, 6 4 10 അല്ലേ. ഇത് ശിഷ്ടം. 3 3 4, 4 3 7, 7 4 11, 11 2 13. ആ 3 ഇട്ടു. പിന്നെ 1 ശിഷ്ടം വന്നു. 1 1 1 2, 2 4 6, 6 3 എത്രയാ 9, 9 3, 12ന് 2 വന്നു. 1 ശിഷ്ടം അല്ലേ. 4 3 5 6 7 8. അപ്പൊ 8230 കിട്ടി അല്ലേ. ഇനി ഇത് കൂട്ടിയാലോ നോക്കിയേ. 3 3 3 6, 6 3 9, 9 4 13. 3 ഇട്ടു. 1 ശിഷ്ടം. 2 1 3, 3 2 5 അല്ലേ. 5 4 9, 9 4 13, 13. 3 ഇവിടെ ഇട്ടു. 1 ശിഷ്ടം. 1 2 4 2 6, 6 2 എത്രയാ 8, 8 2 10, 10 ഇട്ടു. 1 പിന്നെ ശിഷ്ടം വന്നു. 4 3 5, 5 3 6, 6 3 7, 7 3 8. കണ്ടോ, ഇത്രയും. അത് ഒന്നും കൂടെ നോക്കാം. 3 3 3 6, 6 3 9, 9 4 13ന് 3 ഇട്ടു. 1 ശിഷ്ടം. 2 3 3, 3 2 5, 5 4 9, 9 3 തെറ്റുണ്ടല്ലേ 12 ആണ്. 9 3 12. 2 1 ശിഷ്ടം വന്നു. 1 1 2, 2 4 എത്രയാ 6, 6 2 8, 8 2 10 0. 1 ശിഷ്ടം വന്നു. 4 3 5, 6 7 8 അല്ലേ. ഇപ്പൊ കൂട്ടി നോക്കുമ്പോൾ ഒന്നും കൂടെ കൂട്ടി കൺഫേം പറ്റും. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എല്ലാം സംഭവിക്കാം. ഇനി അടുത്ത് നോക്കിയേ, കൂട്ടിയാലേ നോക്കാം. 1 2 3, 3 4 7 അല്ലേ. ഇവിടെ നോക്കിയേ 2 2 4, 4 4 എത്രയാ 8, 8 3 9. ഇനിയോ 4ന്റെ 3 കൂട്ടി 7, 7ന്റെ ഒക്കെ 2 കൂട്ടി 9, 9 2 കൂട്ടിയ 11. 1 ഇട്ടു. 1 ശിഷ്ടം. 4 3 5, 5 3 8, 8 3 11, 11 3 14 അല്ലേ. അടുത്ത സംഖ്യ കൂട്ടിയാലോ നോക്കാം. 1 2 3, 3 4 എത്രയാണ് 7, 3 3 6, 3 കൂട്ടണം 3 6, 6 4 10, 10 3 11ന് 1 ഇവിടെ 1 ഇട്ടു. 2 1 3, 3 4 7, 7 3 10, 10 3 13. ഇവിടെ 3 ഇട്ടു. 1 ഇവിടെ ഇട്ടു. 4 3 5, 5 2 7, 7 2 9, 9 2 11 അല്ലേ. ഒന്നും കൂടെ കൂട്ടണം നോക്കിയേ. 1 2 3, 3 4 7 അല്ലേ. അതെ. 3 6, 6 4 10, 10 3 11 1 ശിഷ്ടം ഇവിടെ ഇട്ടു. 1 2 1 3, 3 4 7, 7 3 10, 13ന് 3 ഇട്ടു. പിന്നെ 1 ഇവിടെ ശിഷ്ടം വന്നു. 4 5 5 2 7, 7 2 9 2 11 ശരിയല്ല. ഇനി ഇത് നോക്കിയാലോ നോക്കാം. 3 6, 6 3 9, 9 4 13ന് 3 1 ശിഷ്ടം വന്നു. 1 1 2, 2 1 3, 3 4 7, 7 3 10 ഇവിടെ 0 ഇട്ടു. ഇവിടെ ശിഷ്ടം 1 1, 2 1 3, 3 4 എത്രയാ 7, 7 3 8, 8 3 9 അല്ലേ. 9 ഇവിടെ ഇട്ടു. 4 4 2 6, 6 8 8 2 10, 10,903. ഇനി എന്ത് ചെയ്യാം, ഇതെല്ലാം മൊത്തമായിട്ടൊന്ന് കൂട്ടാം. നോക്കിയാലോ. ആദ്യത്തെയാ 13,990 കൂട്ടണം. പിന്നെയോ 8,230 കണ്ടോ. 8,230. അടുത്തതോ 8,023,
അടുത്ത എത്രയാ 14,197. അടുത്തത് 11,317. അടുത്തതോ 10,903. ഇതൊക്കെ എന്ത് ചെയ്യാം മൊത്തം കൂട്ടാം. ഓക്കെ, ശ്രദ്ധിച്ചോ? 0 0 അല്ലേ? 0 പറഞ്ഞാൽ 0 അല്ലേ? ഇനി 7 3 10, 10 7 17, 17 3 20 അല്ലേ? അപ്പൊ 0 2 ശിഷ്ടം അല്ലേ? ഇനി നോക്കാം. 9 2 11, 11 3 14, 14 2 16, 16 1 17, 17 9 എത്രയാ 26 അല്ലേ? 26 6 ഇട്ടു 2 ശിഷ്ടം പിന്നെയും നോക്കാം. എത്ര നോക്കിയ 9 2 11, 11 2 എത്രയാ 13, 13 3 14, 14 3 എത്രയാ 17, 17 9 എത്രയാ 26. പിന്നെ എത്ര വന്നു 2 ശിഷ്ടം വന്നു അല്ലേ? ഓക്കെ, 3 2 5, 5 മട്ട് എത്ര 8 5 13, 13 മട്ട് എത്രയാണ് 21, 21 4 എത്രയാ 25, 25 3 26, 6 ഇവിടെ ഇട്ട് പിന്നെയും 2 ശിഷ്ടം വന്നു അല്ലേ? 2 1 3, 3 1 4, 4 1 5, 5 1 6. അപ്പൊ എത്ര കിട്ടി 66,660. അപ്പൊ ഇതിന്റെ മൊത്തം ഈ 24 നാലക്ക സംഖ്യകൾ കൂട്ടിയിട്ട് എത്രയാ കിട്ടിയത് നമുക്ക് 66,660. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്നായി പഠിക്കുക മക്കളെ. നന്ദി, നമസ്കാരം.